developing sensible news presenters through true knowledge. That is what the Ericure Government Higher Secondary School is doing. The first phase is to arrange an opportunity to all the students in the school to express their ideas freely. Accordingly, talk shows on class basis were conducted. Children express simple and familiar topics freely in the first step of talk show. ആണും പെണ്ണും തമ്മിലുള്ള വേർതിരിവ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളുടെ ഇടയിലും ഫ്രണ്ട്സിന്റെ ഇടയിലും മറ്റിടയിലും സമൂഹത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പൊതുസമൂഹത്തോട് പറയേണ്ടത് ആണും പെണ്ണും എന്നുള്ളൊരു വേർതിരിവല്ല. പെണ്ണ് എന്ന് നമ്മളിപ്പോ അതിന് തണ്ണിമത്തെന്ന് പറയുന്നതിന് ബത്തക്കാന്ന് പറയാ. ഇപ്പൊ നമ്മൾ വേറെ നാട്ടിൽ പോയാല് ബത്തക്കാന്ന് പറഞ്ഞാൽ അവർക്കൊന്നും തിരിയൂല, അവര് വിചാരിക്കും ബബ്ബയാക്കുന്നത്. ബത്തക്കന്റെ ഒരു ഗുണം എന്ന് വെച്ചാല് നമുക്ക് തിന്നും ചെയ്യാ, ദാഹിക്കുമ്പോ വെള്ളാക്കും ചെയ്യാ, പിന്നെ നടുവും ചെയ്യാ, പശുവിന് കൊടുക്കുകയും ചെയ്യാം. മോണ് ചിരിനെ പറ്റിയിട്ടാണ്. ചിരിന്റെ മഹത്വം ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് കലോത്സവത്തിന് പോയപ്പോ. ഭക്ഷണം നമ്മള് ഇപ്പൊ ഒരു കല്യാണത്തിന് പോയി അല്ലെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി. ഇപ്പൊ പണ്ടെല്ലാം സദ്യ, നല്ല സദ്യ കിട്ടുക. ഇപ്പോ ബിരിയാണി മാത്രമേ കിട്ടൂ. എല്ലാവർക്കും ബിരിയാണി എന്ന് കേട്ടാലുണ്ടല്ലോ ആള് തുള്ളും. Aims at developing presentation skills that leads to uncover topics of social importance. Best models of presentation and talk are also provided at this stage. Conducting varied interviews is a part of this session. പരിസ്ഥിതിയെ സാരമായി ബാധിക്കുന്നതാണ് ഖനന മേഖല. ഇരിക്കൂറിന്റെ സമീപ പ്രദേശമായ ഊരത്തൂരിലും കല്യാടിലും ഇന്ന് ചെങ്കൽ പണകൾ ഏറെയാണ്. കെട്ടിട നിർമ്മാണത്തിന്റെ എണ്ണം പെരുകുന്നതോടെ മലബാറിലെ മിക്ക പ്രദേശങ്ങളിലും ചെങ്കൽ എത്തുന്നത് ഇവിടെ നിന്നാണ്. യന്ത്രവൽക്കരിക്കപ്പെട്ട ഈ മേഖലയിലെ കല്ലുൽപാദനം കൂടുന്നുവെങ്കിലും നാം അറിയാതെ പോകുന്ന ചിലതുണ്ട്. ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വിഷമതകൾ. തീർച്ചയായും അവർക്കും ചില പ്രശ്നങ്ങൾ പറയാനുണ്ടാവും. നമുക്ക് കേൾക്കാം. എത്ര വർഷമായി ഈ മേഖലയിലേക്ക് വന്നിട്ട്? ഒരു 15 വർഷമായിട്ടാണ്. ഈ ഒരു സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും ജോലിയിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നിർത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് നടുവേദന, കൈവേദന, കാലുവേദന, പിന്നെ ഇതൊരു അടിമത്ത പണി പോലെയാണ്. രവിയേട്ടനെ പോലെയുള്ള ഒരുപാട് പേർ ഈ മേഖലയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നാം അറിയേണ്ടുന്ന ഒരുപാട് പ്രയാസങ്ങളാണ് നാം കണ്ടും കേട്ടും മനസ്സിലാക്കിയത്. ക്യാമറമാൻ